മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയെ മാമച്ചന്റെ വീട്ടിൽ നിന്നും വൈജയന്തിയും ശിവശങ്കരനും കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്റ്റാൻലിയും അലീനയും തമ്മിൽ എന്ത് ബന്ധമാണെന്നും ബബിത എന്തുകൊണ്ടാണ് സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കുന്നതെന്നും അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ശിവശങ്കരനും വൈജയന്തിയും മാറി മാറി ബബിതയോട് ചോദിച്ച് ബബിതയെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. റൂം ഹീറ്റർ ഉള്ളതുകൊണ്ട് മുറിയിലെ വായുവിന് ഇളം ചൂടുണ്ടായിരുന്നു. പക്ഷേ പുറത്തെ രാത്രിക്ക് പതിവിലും തണുപ്പേറിയിരുന്നു. നീലഗിരി നിരകളിൽ മൂടൽമഞ്ഞ് സോപ്പ് പത പോലെ കിടക്കുന്നത് നോക്കി ഗംഗാധരൻ മേനോൻ ജനാലക്കരികെ നിന്നു. ജാലകച്ചിലിലൂടെ മഞ്ഞുകണങ്ങൾ ചാലിട്ടൊഴുകി തമ്മിൽ ഇടകലർന്നു. മാലതി മേനോൻ റൂം ഹീറ്ററിനരികെ ചൂടാക്കിയ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് കിടക്കക്കരികെ വന്നു. ഇതുവരെ കിടന്നില്ലേ? എന്താ തണുപ്പ്? അവൾ വേഗം കിൽറ്റിനുള്ളിലേക്ക് നൂണ്ടു കയറി. ഗംഗാധരൻ മേനോനും കിടക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ കോൾ. ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി മേനോൻ സംശയിച്ചിരുന്നു. എടുക്കണോ വേണ്ടയോ? ഫോൺ എടുക്കുന്നില്ലേ? മാലതി ചോദിച്ചു. ഗംഗാധരൻ മേനോൻ ചെന്ന് റിസീവർ എടുത്തു. മറുവശത്ത് ശിവശങ്കരനായിരുന്നു. ആ, നീയായിരുന്നോ? എന്താ വിശേഷം? വിശേഷമൊക്കെ പറയാം. അതിനു മുൻപ് ഒരു സംശയം തീർക്കാനുണ്ട്. അനുജന്റെ ഉദ്വേഗഭരിതമായ ശബ്ദം ഗംഗാധര മേനോനെ വിസ്മയിപ്പിച്ചു. എന്താ നിന്റെ സംശയം ഈ പാദയാത്രയ്ക്ക്? ഗംഗേട്ട, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയന്തിയും ഗംഗേട്ടന്റെ കീഴിൽ ആഗ്ര ക്യാൻറ്റീനിലുണ്ടായിരുന്ന ആ സ്റ്റാൻലി ജോസഫില്ലേ, അയാളും തമ്മിൽ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തു. ഓ മൈ ഗോഡ്, പർപ്പസ്ഫുള്ളി? നോ, യാദൃശ്യമായൊരു കൂടിക്കാഴ്ച. എങ്ങനെയോ അത് സംഭവിച്ചു. പക്ഷേ സ്റ്റാൻലിയോടൊപ്പം ബബിത ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പരിചയപ്പെടാനും അടുത്തു പെരുമാറാനും സാഹചര്യമുണ്ടായി. സ്റ്റാൻലിയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു ബബിത 2 ദിവസം. പിന്നീട് ഞാനും ജയന്തിയും കൂടി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ അവിടെ സ്റ്റാൻലിയും ഉണ്ട്. സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കുന്നിടത്തോളം അടുപ്പമുണ്ട് അവർ തമ്മിൽ. ഗംഗാട്ട കേൾക്കുന്നുണ്ടോ? ഉവ്, നീ പറയൂ. ഇതൊന്നുമല്ല ഗംഗാട്ട വിഷയം. ജയന്തിയുടെ വീട്ടിൽ ജോലിക്കാരി നിന്ന അലീന എന്ന പെണ്ണില്ലേ, ഗംഗാട്ടൻ കണ്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. അതിനെന്താ? അവളിപ്പോ സ്റ്റാൻലിയുടെ കൂടെയാണ്. അവൾ അയാളെ പപ്പ എന്നാ വിളിക്കുന്നത്. വെറുമൊരു വേലക്കാരിക്ക് സ്റ്റാൻലിയെ പോലൊരു ആർമി ഓഫീസറുടെ അടുത്ത് എന്തുമാത്രം സ്വാതന്ത്ര്യം കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മനുഷ്യരല്ലേ ശിവ, ചിലപ്പോൾ മാറ്റങ്ങൾ വരും. ഓരോ 10 വർഷത്തിനിടയിലും ചിന്തയിലും സ്വഭാവത്തിലും കുറെ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതം കൊടുക്കുന്ന എക്സ്പീരിയൻസിൽ നിന്ന് സ്വായത്തമാക്കുന്ന ശീലമാണിത്. ഗംഗട്ട, അലീനിയെ ബാലചന്ദ്രനാണ് സ്റ്റാലിയുടെ പക്കൽ എത്തിച്ചു കൊടുത്തതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അവൾ കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ നിന്നാണ് ജയന്തിയുടെ വീട്ടിലെത്തിയത്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ട് ഗംഗാട്ടൻ ഞെട്ടരുത്. 24 വർഷം മുൻപ് ജയന്തി പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരുവനന്തപുരത്തെ ഏതോ ഓർഫനേജിലല്ലേ ഉപേക്ഷിച്ചത്? അത് കഴക്കൂട്ടത്തെ സ്നേഹനികേതനമാണോ ഗംഗേട്ട? ഗംഗാധര മേനോന്റെ ഹൃദയത്തിൽ ഒരു പ്രകമ്പനമുണ്ടായി. മാലതി മേനോൻ ആകാംക്ഷയോടെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. മറുവശത്ത് ശിവശങ്കരനാണെന്നും അല്പം ഗൗരവമുള്ള പ്രശ്നമാണ് സംസാരിക്കുന്നതെന്നും മാലതിക്ക് മനസ്സിലായി. ഓർഫനേജ് ഏതെന്ന് എനിക്ക് നിശ്ചയമില്ല ശിവ. അതെല്ലാം അന്ന് കൈകാര്യം ചെയ്തത് ശങ്കുണ്ണിയമ്മാവനായിരുന്നു. 2 വർഷത്തിനകം ആ കുഞ്ഞു മരിച്ചുപോയെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. മാലതി കാതു കൂർപ്പിച്ചു. മറുവശത്തെ സംഭാഷണം കേൾക്കാൻ വയ്യ. ശങ്കുണ്ണിയമ്മാവനപ്പോ ഇല്ലല്ലോ ശിവ. അമ്മായി മരിച്ചുപോയി. മക്കളോടൊന്നും ആ രഹസ്യം പറഞ്ഞിരിക്കാനും സാധ്യതയില്ല. അച്ഛന് ചിലപ്പോ അറിയാമായിരുന്നിരിക്കും, ഗംഗാധര മേനോൻ പറഞ്ഞു. പക്ഷേ അച്ഛനും പോയില്ലേ? ഇനി ആരോട് ചോദിച്ച് സത്യാവസ്ഥ അറിയും? എന്താ ഗംഗാട്ട പ്രശ്നം? മാലതി മേനോൻ എഴുന്നേറ്റ് വന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ശിവ, നീ ഫോൺ വയ്ക്ക്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. മാലതിയോടൊന്ന് ചോദിക്കട്ടെ. ഗംഗാധരൻ റിസീവർ വെച്ചിട്ട് മാലതിയുടെ നേർക്ക് തിരിഞ്ഞു. ഇതിപ്പോ ആകെ കുഴപ്പമായല്ലോ. എന്തു കുഴപ്പം? സ്റ്റാൻലിയെ നീ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രയിലുണ്ടായിരുന്നപ്പോ? എനിക്കറിയാം, ഞാൻ മറന്നിട്ടില്ല. ജയന്തിയെ കല്യാണം കഴിക്കാനിരുന്നയാൾ. അവരൊന്നിച്ച് കുറച്ചുനാൾ താമസിക്കുകയും ചെയ്തിരുന്നല്ലോ. ഇപ്പോ ജയന്തി സ്റ്റാലിയും തമ്മിൽ എവിടെ വെച്ചോ കണ്ടു. അതിനു മുൻപ് ജയന്തിയുടെ മോളും സ്റ്റാലിയും തമ്മിൽ പരിചയത്തിലായി. ചുരുക്കി പറഞ്ഞ ജയന്തിക്കിപ്പോ ഉള്ള മനസമാധാനം കൂടി പോയി. അതങ്ങനെ നീറി നീറി കഴിയാൻ വേണ്ടി ഒരു ജന്മം. ഗംഗാധര മേനോൻ വിധിയെ പഠിക്കുന്ന മട്ടിൽ പറഞ്ഞു. ജയന്തി പ്രസവിച്ച കുഞ്ഞിന്റെ കാര്യം എന്തോ പറയുന്ന കേട്ടല്ലോ. അത് ശിവന്റെ ഒരു സംശയമാ. ബാലചന്ദ്രന്റെ വീട്ടിൽ ഒരു പെണ്ണ് സെർവന്റായിട്ട് നിന്നിരുന്നല്ലോ, ഏതോ ഒരു അലീന. അവളിപ്പോൾ സ്റ്റാൻലിയുടെ കൂടെയാണെന്ന്.
വീട്ടുജോലിക്കാരിയായിട്ടോ? അവളാണത്രേ സ്റ്റാൻലിയുടെ സ്വത്തും ബിസിനസ്സും അടക്കം എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവൾ സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അത് കേട്ട് ബബിതയും അയാളെ പപ്പ എന്ന് വിളിക്കുന്നു. ജയന്തി ഇതെല്ലാം അറിഞ്ഞ് ആകെ അപ്സെറ്റ് ആയിരിക്കുന്നു. ഓരോ തലവേദനകൾ വരുന്ന വഴി. ജയന്തി പ്രസവിച്ച കുഞ്ഞ് ഇതുമായിട്ട് എന്താ ബന്ധം? അത് പറഞ്ഞില്ല അല്ലേ? അതായത് ബാലചന്ദ്രനാണ് ആ സെർവന്റിനെ സ്റ്റാൻലിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചത് എന്നൊരു സംശയം ജയന്തിക്ക്. അങ്ങനെ ചെയ്യണമെങ്കിൽ ബാലചന്ദ്രന് സ്റ്റാൻലിയുമായി മുൻപരിചയമില്ലേ? അങ്ങനെ അവർ തമ്മിൽ പരിചയമുണ്ടെങ്കിൽ സ്റ്റാൻലിയും ജയന്തിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കാൻ ഇടയില്ലേ? എല്ലാം അറിഞ്ഞോണ്ടല്ലേ ബാലചന്ദ്രൻ ജയന്തിക്കെതിരെ കാര്യം നീക്കുന്നത്? ഇതൊക്കെയാണ് അവളുടെ പേടി. ഗംഗേട്ടാ, ഇതെല്ലാം സത്യമാണെന്ന് നമുക്ക് അറിയാമല്ലോ. കഴിഞ്ഞ വർഷം ബാലചന്ദ്രൻ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ച വിഷയങ്ങളല്ലേ ഇത്? നമ്മളല്ലേ സ്റ്റാൻലിയെക്കുറിച്ച് ബാലചന്ദ്രനോട് പറഞ്ഞത്? ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്താണ് ആ വേലക്കാരി പെണ്ണിനെ ഏൽപ്പിച്ചതെങ്കിൽ അവർ തമ്മിൽ പരിചയപ്പെടുകയും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. അത് ശരിയാണല്ലോ. ഗംഗാധര മേനോന്റെ തലയിൽ ഇപ്പോഴാണ് വെളിച്ചം വീണത്. ജയന്തി പ്രസവിച്ചിന്റെ കുഞ്ഞിന്റെ കാര്യം എന്തോ പറയണ കേട്ടല്ലോ. അതെന്താ ഗംഗേട്ടാ? ശിവനൊരു സംശയം. ജയന്തിയുടെ വീട്ടിൽ നിന്ന് എന്താ പെണ്ണിന്റെ പേര്? ഞാൻ പെട്ടെന്ന് മറക്കുന്നു. അലീന. എന്താ ഗംഗേട്ടാ? ആ കുട്ടി ജയന്തിയുടെ മോളാണോന്ന്. എൻ്റെ ഈശ്വര. മാലതി തലയിൽ കൈവച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. അല്ല, അവനൊരു സംശയം പറഞ്ഞെന്നേ ഉള്ളൂ. സംശയമല്ല, സത്യമാ ഗംഗേട്ടാ. എനിക്കിത് പണ്ടേ തോന്നിയതാ. ഗംഗേട്ടാ, ഇത് കണ്ടോ? എൻ്റെ മേലാകെ പെരുത്ത് കയറുന്നു. മാലതി തൻ്റെ കൈത്തണ്ട കാണിച്ചു. ഗംഗേട്ടൻ ഓർക്കുന്നുണ്ടോ? ബാലചന്ദ്രൻ അറ്റാക്ക് വന്ന് കിടക്കുമ്പം നമ്മൾ അവിടെ പോയത്? അലീനയെ കടപ്പാട്ടൂര് വീട്ടിൽ അന്ന് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഈ കുട്ടി അന്യ വീട്ടിലെ അല്ലല്ലോന്ന്. ശരിയാ, ഞാൻ ഓർക്കുന്നു. അന്ന് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തു. പക്ഷെ സംശയിക്കാൻ തക്കവിധം യാതൊരു തെളിവുമില്ലായിരുന്നു. ഗംഗാധരൻ മാലതിയോട് അനുകൂലിച്ചു. ശിവശങ്കരനും അങ്ങനെ തോന്നിയെങ്കിൽ ഇനി സംശയിക്കാൻ ഒന്നുമില്ല. ബാലചന്ദ്രൻ സ്റ്റാൻലിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അലീനയെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അതിന്റെ അർത്ഥം അത് സ്റ്റാൻലിയുടെ മകളാണെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ്. സ്റ്റാൻലിയുടെ വീട്ടിൽ അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അവൾ അയാളെ പപ്പ എന്ന് വിളിക്കുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയാണ്. ഗംഗാധരൻ കിടക്കയിൽ വന്നിരുന്നു. അയാളുടെ മനസ്സിൽ വിവിധ വികാരങ്ങൾ അലതല്ലെന്നുണ്ടായിരുന്നു. മാലതി വല്ലാതെ വികാരാധീനയായിരിക്കുന്നത് കണ്ട് അയാൾ വിസ്മയം പൂണ്ടു. നിനക്ക് ടെൻഷനുണ്ടോ? നെഞ്ചിനകത്ത് ഒരു വിറയൽ പോലെ ഗംഗേട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം മകൾ ഒരു വേലക്കാരിയുടെ വേഷം കെട്ടി ജയന്തിയുടെ മുന്നിൽ. ജയന്തി അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. ദയയില്ലാതെ പണിയെടുപ്പിക്കുന്നു. ഗംഗേട്ടൻ അറിയാമല്ലോ, അലീനയോട് ജയന്തിക്ക് തീർത്താൽ തീരാത്ത ശത്രുതയായിരുന്നു. ബാലചന്ദ്രനെയും അലീനയും ചേർത്ത് സംശയിച്ചാണ് അവൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വീട് വിട്ടിറങ്ങിപ്പോയതും അലീനയോടുള്ള വെറുപ്പ് കൊണ്ടാണ്. ഈശ്വര, എന്തൊരു ട്രാജഡിയാണിത്. എനിക്കൊരു സംശയം. ആ കുട്ടിക്ക് അറിയാമായിരിക്കുമോ? സ്വന്തം അമ്മയാണ് ജയന്തി എന്ന് അറിഞ്ഞു തന്നെയായിരിക്കും അലീന അവിടെ വീട്ടുവേലക്കാരിയെ വന്നത്. അല്ലെങ്കിൽ ജയന്തിയുടെ ആട്ടും തുപ്പ് സഹിച്ച് വേറെ ആരെങ്കിലും അത്ര ക്ഷമയോടെ പിടിച്ചു നിൽക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. രോഹിത്തിനെ ജയിലിൽ നിറക്കാൻ അവൾ ചെയ്ത ത്യാഗം. ബബിത സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അലീന വന്നല്ലേ കൂട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ ഗംഗാധര മേനോനും തീർച്ചയായി. അയാൾ ഉടൻ തന്നെ എഴുന്നേറ്റ് പോയി ശിവശങ്കരനെ വിളിച്ചു. ശിവശങ്കരന് ലൈനിൽ കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, നിന്റെ ഊഹം ശരി തന്നെ ശിവ. ഞാനും മാലതിയും കൂടി തിരിച്ചും മറിച്ചും കണക്ക് കൂട്ടിയിട്ടും ഇതുതന്നെ ഉത്തരം. അലീന ജയന്തിയുടെ മോളായിരിക്കണം. ബാലചന്ദ്രനാണ് അവളെ സ്റ്റാൻഡിയുടെ പക്കൽ എത്തിച്ചു കൊടുത്തതെങ്കിൽ പ്രത്യേകിച്ചും. അക്കാര്യത്തിൽ മാത്രം ഒരു ഉറപ്പുമില്ല ഗംഗേട്ടാ. ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഒത്തുവരുന്നുണ്ട്. നിനക്ക് പുനലൂര് പോയി ഒരു അന്വേഷണം നടത്തിക്കൂടെ? സ്റ്റാൻഡിയുടെ വീട് അവിടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ തന്നെ ആയിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ 2-3 തവണ അവിടെ പോയിട്ടുണ്ടെന്നാണ് ഓർമ്മ. അന്ന് അച്ഛനുണ്ടായിരുന്നു. ജയന്തിക്കാരുടെ വീട്ടുപേര് അറിയാമായിരിക്കും. ഞാൻ അന്വേഷിക്കാം ഗംഗേട്ടാ. ജയന്തി തൽക്കാലം ഇതേക്കുറിച്ച് ഒന്നും അറിയരുത്. ഇല്ല, അത് ഞാൻ സൂക്ഷിച്ചോളാം. കിട്ടുന്ന വിവരങ്ങൾ അപ്പപ്പോൾ എന്നെ അറിയിക്കണം ശിവ. ശരി ഗംഗേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗംഗാധര മേനോൻ റിസീവർ വെച്ചിട്ട് ചിന്താധീനനായി അല്പസമയം നിന്നു. അന്വേഷണത്തിൽ അവൾ ജയന്തിയുടെ മോളാണെന്ന് തെളിഞ്ഞാൽ? മാലതിയുടെ ചോദ്യം കേട്ട് അയാൾ മുഖം തിരിച്ച് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. വലിയ ആശയക്കുഴപ്പത്തിലാണ് തന്റെ ഭർത്താവ് എന്ന് മാലതിക്ക് മനസ്സിലായി. എന്തു ചെയ്യണമെന്ന് ആലോചിക്കണം. അതിനി രഹസ്യമായി സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇതിനകം ആരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് നിശ്ചയമില്ല. അതാണ് പ്രശ്നം.
അലീനയ്ക്കറിയാം, ബാലചന്ദ്രൻ അറിയാം, സ്റ്റാൻലിക്കറിയാം. സ്റ്റാൻലി അവളെ മകളായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലിയുടെ റിലേറ്റീവ്സിനും അറിയാമായിരിക്കണം. ഇനിയത് മൂടിക്കെട്ടി വയ്ക്കാൻ നോക്കണ്ട. ഫേസ് ചെയ്തേ പറ്റൂ ഗംഗേട്ടാ. എങ്ങനെ ഫേസ് ചെയ്യും മാലതി? ഒടുവിൽ വില്ലന്മാരാവുന്നത് ഞാനും ശിവനുമായിരിക്കും. അച്ഛനും ശങ്കുണ്ണിയമ്മാവനും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരുടെ കാര്യം രക്ഷപ്പെട്ടു. ജയന്തി ഇതറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അവൾ തകർന്നു പോവും. ഭർത്താവിന്റെ മുൻപിൽ, മക്കളുടെ മുൻപിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, സഹപ്രവർത്തകരുടെ മുമ്പിൽ, ലോകത്തിന്റെ ആകെ മുൻപിൽ അവൾ സർവൈവ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നേയില്ല. പക്ഷേ ബാലചന്ദ്രൻ ഈ രഹസ്യം പൊളിക്കുമെന്ന് തീർച്ചയല്ലേ? ഫാമിലി കോർട്ടിലെ കേസ് നടക്കുകയാണ്. ഇതായിരിക്കും ബാലചന്ദ്രന്റെ അവസാനത്തെ ആയുധം. സ്റ്റാൻലിയും അലീനയും അവരുടെ ബന്ധുക്കളും ജീവിച്ചിരിക്കുന്ന തെളിവുകളായി അവശേഷിക്കുന്നു. പണ്ട് ശങ്കുണ്ണി അമ്മാവനും അച്ഛനും കൂടി ഏതോ ഓർഫനേജിലേക്ക് സംഭാവന ചെയ്ത പാഴ്ചെടിയല്ല എന്നത് 24 വർഷം കൊണ്ട് ആർക്കും മറയ്ക്കാൻ പറ്റാത്ത വൻ വൃക്ഷം പോലെ വളർന്നു. ആലോചിക്കണം, എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. ഗംഗാധര മേനോൻ നെറ്റി തിരുമ്മിക്കൊണ്ട് കിടക്കയിലേക്ക് ഇരുന്നു. സ്റ്റാൻലിയും സംഘവും കുളത്തൂപ്പുഴയിൽ എത്തിയപ്പോൾ രാത്രി 11 മണിയായി. അലീനയും ടാനിയും ടോജോയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ടെൽസ കുറെ സമയം അവരോടൊപ്പം ഇരുന്നെങ്കിലും പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വീണുപോയി. കാറുകൾ വന്നു നിന്നപ്പോൾ അലീന സിറ്റൗട്ടിൽ നിന്ന് ഓടിയിറങ്ങി ചെന്നു. സ്റ്റാൻലിയുടെ കാറിലായിരുന്നു ഷെറിനും ചിന്നുമോളും. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും അവരുടെ കാറിലും. എല്ലാവരും ഇറങ്ങിയപ്പോൾ ആദ്യം ആരുടെ അടുത്തേക്ക് ചെല്ലണമെന്നറിയാതെ അലീന ഒരു നിമിഷം ശങ്കിച്ചു. സ്റ്റാൻലിയുടെ സമീപത്തേക്ക് തന്നെ അവൾ ഓടിയണഞ്ഞു. ഇരു കൈകൾ കൊണ്ടും പപ്പയുടെ വലതുകാരം മുറുകെ പിടിച്ച് അവൾ പറഞ്ഞു, ഞാനോർത്തു കുറെ കൂടി നേരത്തെ വരുമെന്ന്. നേരത്തെ വന്നേനെ. കൊല്ലപ്പള്ളിക്കാരുടെ സന്ദർശനമാണ് വൈകിച്ചത്, സ്റ്റാൻലി പറഞ്ഞു. നമുക്ക് സംസാരിക്കണേ പപ്പ, കിടന്നുറങ്ങിക്കളയല്ലേ. അത്രയും പറഞ്ഞിട്ട് അലീന മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും അടുത്തേക്കോടി. അതിനിടയ്ക്ക് തന്നെ ചിന്നുമോളെ വാരിയെടുത്ത് തോളത്തിടുകയും ചെയ്തു. ടാനിയെയും ടോജോയും എല്ലാം കണ്ടുകൊണ്ട് സിറ്റൗട്ടിൽ നിന്നതേയുള്ളൂ. വന്നവരുടെ കൂട്ടത്തിൽ ഷെറിനൊഴികെ ബാക്കിയുള്ളവരെ എല്ലാം അവർക്ക് പരിചിതമാണ്. ഷെറിനെയും അവർക്ക് അത്ര മുഖപരിചയം പോരാ. മാമച്ചനെയും ഗ്രേസമ്മയെയും ഷെറിനെയും രേവതിക്കുട്ടിയും എല്ലാം സ്വീകരിച്ചാനയിച്ചുകൊണ്ട് അലീന സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ടാനിയെയും ടോജോയെയും ആദ്യം അതിഥികൾക്ക് പരിചയപ്പെടുത്തി. ഇതെന്റെ അനുജത്തി ടാനിയമോൾ, ഇതെന്റെ കുഞ്ഞാങ്ങള ടോജോ മോൻ. തുടർന്ന് അവൾ അതിഥി സംഘത്തെ തിരിച്ചു പരിചയപ്പെടുത്തി. രേവതിക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇവളാണെന്റെ ആദ്യത്തെ കൂടപ്പിറപ്പ്, ആദ്യത്തെ കൂട്ടുകാരി. ടാനിയ രേവതിക്കുട്ടിയുടെ നേർക്ക് പുഞ്ചിരി തൂകി. അലീന ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ഒരാൾ കൂടിയുണ്ട് കേട്ടോ, ടെൽസ, അലീന പറഞ്ഞു. നിങ്ങൾ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നതാ, പാവം ഉറങ്ങിപ്പോയി. അലീന എല്ലാവരെയും അകത്തേക്ക് ആനയിച്ചു. ടാനിയ സിറ്റൗട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അവൾ തിരിച്ചു വന്നു. അവളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് പറഞ്ഞു, നീ വേണ്ടേ മുന്നിൽ നിൽക്കാൻ? നിന്റെ വീടല്ലേ. ഞാൻ ഓർത്തു എല്ലാരെയും കണ്ടപ്പം എന്നെ വേണ്ടാതായെന്ന്. കുശുംബി, എല്ലാവരെയും നോക്കണ്ടേ ഞാൻ? ഒരിടത്ത് എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ പിന്നെ നീ വേണ്ടേ അത് നികത്താൻ? രണ്ടുപേരും കൂടി ഒന്നിച്ച് ഹാളിലേക്ക് ചെന്നു. മാമച്ചനും ഗ്രേസമ്മയും സോഫയിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു. ചിന്നുമോൾ പാതി ഉറക്കത്തിൽ വാടിയിരിക്കുകയാണ്. കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ? അലീന ചോദിച്ചു. ഒന്നും വേണ്ട, ഞങ്ങൾ വന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. ഒന്നും വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ, ഗ്രേസമ്മ പറഞ്ഞു. എന്നാലും ഒരു കോഫി. ഇനിയൊന്ന് തല ചായച്ചാ മതി. ഇവിടുത്തെ പേഷ്യന്റ് എവിടെയാ? ആന്റി ഉറങ്ങി, രാവിലെ പരിചയപ്പെടാം. അലീന ഓരോരുത്തർക്കും ഉറങ്ങാനുള്ള മുറി നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. രേവതിക്കുട്ടിയെ തന്റെ മുറിയിലേക്ക് കൂട്ടി. ടോജോ എൽസമ്മ കിടക്കുന്ന മുറിയിൽ ചെന്ന് കിടന്നു. ഷെറിനും ചിന്നുമോൾക്കും ഒരേ റൂം. മാമച്ചനും ഗ്രേസമ്മയ്ക്കും കൂടിയുള്ള മുറിയിൽ ഒരു ജഗ്ഗിൽ കുടിക്കാനുള്ള ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ട് അലീന ചോദിച്ചു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല, ഇത് തന്നെ ധാരാളം, മാമച്ചൻ പറഞ്ഞു. നീ അല്പം ക്ഷീണിച്ചു പോയടി, ഗ്രേസമ്മ പറഞ്ഞു. ഈയിടെ കുറച്ച് ടെൻഷനും ജോലി കൂടുതലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ക്ഷീണമൊക്കെ ഇപ്പൊ തന്നെ പമ്പ കിടക്കില്ലേ, അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. നിനക്കൊരിക്കലും ജോലി ഒഴിവുണ്ടാവില്ല, ഗ്രേസമ്മ പറഞ്ഞു. ഗുഡ് നൈറ്റ് അങ്കിൾ, ആന്റി ഗുഡ് നൈറ്റ്. അലീന മുറിവിട്ടിറങ്ങി വാതിൽ ചാരി. ഓർക്കുമ്പം അതിശയം തോന്നുന്നു അല്ലേ മാമച്ച, ഗ്രേസമ്മ നെടുവീർപ്പിട്ടു. മാമച്ചൻ ഓർക്കുന്നില്ലേ രേവതിക്കുട്ടിയെ കൊണ്ട് അവൾ നമ്മുടെ വീട്ടിൽ വന്നത്? അന്ന് നമ്മൾ ഓർത്തോ ഇവിടെ നമ്മൾ അവളുടെ അതിഥികളാകുമെന്ന്? ഏതെല്ലാം വഴികളിലൂടെ അവൾ സഞ്ചരിച്ചു, വേർപെട്ടു കിടന്ന ഏതെല്ലാം ബന്ധങ്ങൾ കൂട്ടിയിണക്കി. ദൈവം അവൾക്ക് അങ്ങനെയൊരു വരം കൊടുത്തിട്ടായിരിക്കും ഭൂമിയിലേക്ക് അയച്ചത്, മാമച്ചൻ തമാശ മട്ടിൽ പറഞ്ഞുകൊണ്ട് തലയിണയിലേക്ക് ചാഞ്ഞു. ഒരു പെഗ് കഴിച്ച് രണ്ടാമത്തേത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ഒച്ച സ്റ്റാൻലി കേട്ടത്.
സ്റ്റാൻലിക്കിപ്പോൾ ആ ശബ്ദം തിരിച്ചറിയാം. മുഖമുയർത്താതെ തന്നെ അയാൾ പറഞ്ഞു, കമിൻ. അലീന വാതി തുറന്ന് അകത്തെ കാഴ്ച കണ്ടു. ആഹാ, വന്നുടനെ തുടങ്ങിയോ കച്ചേരി? കഴിഞ്ഞ 2-3 ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടി? സ്റ്റാൻലി അവളുടെ മുഖത്ത് നോക്കാതെ പുഞ്ചിരിച്ചു. ഞാനൊരു പട്ടാളക്കാരന്റെ വീട്ടിലല്ലായിരുന്നോ? മാമച്ചൻ അവിടെ ക്ലബും ബാറും ഒക്കെയുണ്ട്. എന്നിട്ടിപ്പോ വന്നപ്പം മാമച്ചനങ്ങളെ കൂടി കൂട്ടാത്തത് മോശമായിപ്പോയി. ലേറ്റ് നൈറ്റ് അല്ലേ, ഇന്നിങ്ങനെ പോട്ടെ. അലീന അയാളുടെ അരികെ സോഫയിൽ ഇരുന്നു. പപ്പയുടെ മുഖത്തേക്ക് ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കി. എന്താ ഒരു ശരിയല്ലാത്ത നോട്ടം? ഇങ്ങനെ നോക്കിയാലേ ചില കാര്യങ്ങൾ കാണാൻ പറ്റൂ. എന്നിട്ട് നീ എന്ത് കണ്ടു? പപ്പായ്ക്ക് ഒരിത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ത് വ്യത്യാസം? ഒരു മുറുക്കം ലേശം അയഞ്ഞു, ഒരല്പം മയം പുരട്ടിയ പോലെ. ആ, അത് ഞാൻ ബ്രിൽ ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു തലയിൽ, അതായിരിക്കും. സ്റ്റാൻലി ചെറുതായി ചിരിച്ചു. ഓ, തമാശയൊക്കെ വിടർന്നു വരുന്നു. കല്ലുപോലിരുന്ന മനസ്സീന്ന് അലീനയ്ക്ക് ചിരി വന്നു. നിനക്കെന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് വേണം എണീറ്റ് പോകാൻ അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ പപ്പ സത്യം പറയോ? നീ ചോദിക്ക്, സത്യമേ പറയാവൂ. യുവർ ഓണർ, ഈ കോടതി മുൻപാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സ്റ്റാൻലി വണക്കം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പ, ഓർക്കാപ്പുറത്ത് തൊട്ടു മുന്നിൽ, അതും 24 വർഷത്തിന് ശേഷം വൈജയന്തിയെ കണ്ടപ്പോൾ പപ്പയ്ക്ക് എന്തു തോന്നി? സ്റ്റാൻലി 2 നിമിഷം മൗനമായിരുന്നു. ഒന്നും തോന്നിയില്ല. കള്ളം, പച്ചക്കള്ളം, കല്ല് വെച്ച നുണ, ചുമ്മാ പറയുക. അലീന ബഹളം വച്ചു. ഞാൻ സത്യമാ പറഞ്ഞത് പപ്പായെ. അലീന കൊഞ്ചി. സ്റ്റാൻലി ദീർഘശ്വാസം എടുത്തു. കടലിലെ വെള്ളം പെട്ടെന്ന് വറ്റിയതുപോലെ ഒരു ശൂന്യത. അതായിരുന്നു ആദ്യം. പിന്നെ ആ വെള്ളമെല്ലാം കൂടി ഒന്നിച്ച് തിരികെ അടിച്ചു കയറി വന്ന പോലെ ഒരന്താളിപ്പും. പപ്പ പറയുന്നത് സത്യമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഒന്നും മിണ്ടണമെന്ന് തോന്നിയില്ലേ? ഇല്ല. പപ്പയോട് അമ്മ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചില്ലേ? ഇല്ല. അങ്ങനൊന്നും ചിന്തിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ആ ഷോക്ക് നീണ്ടു നിന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ കൂടിക്കാഴ്ചയെപ്പറ്റി ഓർത്തോ? എന്താ ഓർത്തത്? ആ രംഗം തന്നെ. സംസാരിക്കാതിരുന്നത് നന്നായി എന്ന് തോന്നി. രണ്ടാമത് മാമച്ചനങ്ങളുടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴോ? പ്രത്യേകിച്ച് അതിശയമൊന്നും തോന്നിയില്ല. സംസാരിച്ചപ്പോഴോ? അതൊരു നാടകമായിരുന്നല്ലോ. കരുതിക്കൂട്ടി അഭിനയിച്ചതാണോ? എന്നെ കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ചു. എന്നെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മുഖം തിരിച്ചിരുന്നു. എനിക്ക് മനസ്സിലായി അഭിനയിക്കുന്നതാണ് ഭംഗിയെന്ന്. അതായിരുന്നു സേഫ്. ഞങ്ങളും രക്ഷപ്പെട്ടു, മറ്റുള്ളവരെയും രക്ഷിച്ചു. എന്നാലും അടുത്ത് ചെന്ന് നിന്ന് സംസാരിച്ചപ്പോ പപ്പയ്ക്ക് എന്തു തോന്നി? അമ്മയെ കാണണ്ടായിരുന്നെന്ന് തോന്നിയോ? ഇല്ല. സ്റ്റാൻലി തല വെട്ടിച്ചു. അമ്മയോട് ദേഷ്യമുണ്ടോ മനസ്സിൽ? ഇല്ല. എന്തിന്? കണ്ടതിൽ സന്തോഷമുണ്ടോ? അതറിഞ്ഞുകൂടാ. അറിയാം, പപ്പ കള്ളനാ. സത്യം പറ പപ്പ. ഇനി ഒന്നുകൂടി കാണണമെന്ന് തോന്നിയോ? അവൾ പോയിക്കഴിഞ്ഞപ്പോ തോന്നി. ശരിക്ക് കണ്ടില്ലല്ലോ, ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. ഞങ്ങൾ ആഗ്രയിൽ വെച്ച് ആദ്യം കണ്ടതും പിന്നെ 2 വർഷം സ്നേഹിച്ചതും അവൾ നിന്നെ ഗർഭം ധരിച്ചിരുന്നപ്പോ ഞങ്ങൾ ഒരു വാടക വീട്ടിൽ ഒന്നിച്ച് താമസിച്ചതും എല്ലാം ഞാൻ ഓർത്തു. അതിന് കൂടുതൽ തെളിച്ചമുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ സ്വരം ആർദ്രമായിരുന്നു. അലീനയുടെ കണ്ണ് നിറഞ്ഞു. അവൾ അയാളുടെ വലതു തോളിലേക്ക് മുഖം ചേർത്ത് ചാരിയിരുന്നു. പപ്പ ഒരു ദിവസം അമ്മയോട് പറയണം, പപ്പയ്ക്ക് ദേഷ്യമൊന്നുമില്ല, പകരം സ്നേഹമേ ഉള്ളൂവെന്ന്. ഭർത്താവിനെയും മക്കളെയും ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറയണം. പപ്പ പറഞ്ഞാൽ അമ്മയ്ക്കത് മനസ്സിലാകും. അലീന കണ്ണീരോടെ പറഞ്ഞു. സ്റ്റാൻലി കുടിക്കാനായി ഗ്ലാസ് കയ്യിലെടുത്തു. ചുണ്ടത്തേക്ക് കൊണ്ടുവന്നെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. ഗ്ലാസ് ടീപ്പോയ്ക്ക് മീതെ തിരികെ വെച്ചു. പിന്നെ അലീന അയാളുടെ വിരലുകളിൽ തെരുപ്പിടിച്ചു. എനിക്കൊരാഗ്രഹമുണ്ട് പപ്പ. ഞാൻ അമ്മയുടെ മോളാണെന്ന് പപ്പ തന്നെ അമ്മയോട് പറയണം. അത് വേറെ ആരും പറയണ്ട. തീർന്നോ നിന്റെ ആഗ്രഹങ്ങൾ? ഒന്നും കൂടി ഉണ്ട് പപ്പ. അലീനയുടെ സ്വരത്തിൽ നനവ് പടർന്നു. എന്നെങ്കിലും ഒരിക്കൽ ഒരു വൈകുന്നേരം വെയിലാറിയ നേരത്ത് നമുക്ക് ഒന്നിച്ച് നടക്കാൻ ഇറങ്ങണം. ഞാനും അമ്മയും പപ്പയും മാത്രം. അങ്ങനെ നടന്ന് നടന്ന് ഒരു കടൽ തീരത്തെത്തണം. പപ്പയുടെയും അമ്മയുടെയും കൈപിടിച്ച് രണ്ടുപേരുടെ നടുക്ക് എനിക്ക് നിൽക്കണം. വെയിൽ മായുന്നത് വരെ, സന്ധ്യ മയങ്ങുന്നത് വരെ. ഒന്നും സംസാരിക്കണ്ട, വെറുതെ അങ്ങനെ നിന്നാ മതി. പറഞ്ഞു വന്ന് ഒടുവിൽ അലീന കരഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.